കോൺഗ്രസ് ലീഗും ബിജെപിയും ഒന്നിച്ചു എൽഡിഎഫിന് പഞ്ചായത്ത് ഭരണം നഷ്ടമായി. വയനാട്ടിലെ തരിയോട് പഞ്ചായത്ത് ഭരണം എൽഡിഎഫിന് നഷ്ടമായി. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ബിജെപി അംഗങ്ങൾ അവിശ്വാസ പ്രമേയമായി ഒന്നിച്ചതോടെയാണ് 3 വർഷത്തിലധികമായി തുടരുന്ന ഭരണം എൽഡിഎഫിന് നഷ്ടമായത്. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ബിജെപി അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചു. 8 പേരിൽ 7 പേർ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. ബിജെപിയിൽ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായി. എൽഡിഎഫ് അംഗങ്ങൾ ചർച്ചയിൽ നിന്നും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. എൽഡിഎഫ് 5, കോൺഗ്രസ് 4, മുസ്ലിം ലീഗ് 2, ബിജെപി 2 എന്നിങ്ങനെയാണ് കക്ഷിനില. പ്രസിഡന്റായിരുന്ന CPI റീന സുനിലിനെതിരെയുള്ള അവിശ്വാസം വിജയിച്ചതോടെ വൈസ് പ്രസിഡന്റ് KV ചന്ദ്രശേഖരനും രാജിവെച്ചു. CPI സ്വതന്ത്രനായാണ് ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. UDF 6 സീറ്റ് നേടിയെങ്കിലും സ്ഥാനം പങ്കുവയ്ക്കലിനെ ചൊല്ലിയുണ്ടായ തർക്കം കാരണം ഭരണം ഏറ്റെടുക്കാൻ കഴിയാതായി. UDF ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതാക്കളും ഇടപെട്ടിട്ടും തർക്കം തീർക്കാൻ കഴിയാതിരുന്നതോടെ മുസ്ലിം ലീഗ് LDFന് പിന്തുണ നൽകുകയും റീന സുനിൽ പ്രസിഡന്റ് ആവുകയുമായിരുന്നു. 13 അംഗ ഭരണസമിതിയിൽ ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ലീഗിന്റെ പിന്തുണയോടെ LDF അധികാരത്തിലെത്തിയത് ചർച്ചാ വിഷയമായിരുന്നു. നേരത്തെയും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും 7 അംഗങ്ങൾ ചർച്ചയ്ക്ക് എത്താത്തതിനെ തുടർന്ന് ചർച്ചയും വോട്ടെടുപ്പും നടന്നില്ല. എന്നാൽ ഇത്തവണ അവിശ്വാസ പ്രമേയത്തിൽ BJP അംഗം കൂടി ഒപ്പുവെച്ചതോടെ LDFന് ഭരണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായിരുന്നു. ശാന്തിഗിരിയുടെ ഹൃദയരഞ്ജിനി പെയിൻ റിലീവർ ബാം